ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അന്തരിച്ചു. 86 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2026 മാർച്ച് 1 തീയതി ഞായറാഴ്ച പുലർച്ചെ ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ വലിയൊരു സംയുക്ത സൈനിക നീക്കത്തിന് തൊട്ടുപിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മരണം. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖമേനി ഈ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പറഞ്ഞിരുന്നു. തുടർന്ന് വന്ന ഉപഗ്രഹ ചിത്രങ്ങളിൽ ഖമേനിയുടെ സുരക്ഷിത താവളത്തിന് കനത്ത നാശനഷ്ടമുണ്ടായതായി വ്യക്തമായി. ഈ ആക്രമണത്തിലെ ആദ്യ ലക്ഷ്യങ്ങളിലൊന്ന് ആ താവളമായിരുന്നു. പെട്ടെന്നുണ്ടായ ഈ നാടകീയമായ സംഭവം ഇറാനെ ഒരു നിർണായക അനിശ്ചിതത്വ ഘട്ടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കടുത്ത ആഭ്യന്തര വെല്ലുവിളികളും വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങളും നിലനിൽക്കെ ഒരു അഭൂതപൂർവമായ നേതൃമാറ്റത്തെയാണ് രാജ്യം ഇപ്പോൾ നേരിടുന്നത്. ഖമേനിക്ക് ശേഷം ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. ഇറാനിലെ ആഭ്യന്തര സ്ഥിരതയെയും അവരുടെ ആണവ പദ്ധതികളെയും ആഗോളതലത്തിലെ നിലപാടുകളെയും ഇത് വ്യാപകമായി ബാധിക്കും. ഖമേനിയുടെ മരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട ഒരു വലിയ സൈനിക നീക്കവുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നാണ്. ഈ പുതിയ ആക്രമണം കാലങ്ങളായി വർദ്ധിച്ചുവരുന്ന ഒരുപാട് ഏറ്റുമുട്ടലുകളുടെ തുടർച്ചയാണെന്ന് പറയാം. 2025 ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങളിൽ ഒരുപാട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനും ഇസ്രായേലിന് നേർക്ക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ട് തിരിച്ചടിച്ചു. റിപ്പോർട്ടുകൾ പറയുന്നത് 2025 ജൂണിലെ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ഖമേനി ഒരു ഭൂഗർഭ ബങ്കറിൽ അഭയം തേടിയെന്നാണ്. അതിനുശേഷം അദ്ദേഹത്തെ ശാരീരികമായി വളരെ അവശനായി കണ്ടിരുന്നു. തന്റെ ഭരണകാലത്ത് ആദ്യമായി 1979 വിപ്ലവത്തിന് സൈന്യം നൽകിയ പിന്തുണ അനുസ്മരിക്കുന്ന വാർഷിക പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതും അന്ന് ചർച്ചയായിരുന്നു. ഈ സൈനിക നീക്കങ്ങൾ ഖമേനിയുടെ ഭരണത്തിന്റെ അവസാന വർഷങ്ങളെ നിർവചിച്ച് വർദ്ധിച്ചുവരുന്ന സംഘർഷത്തെയാണ് പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ മുന്നിലുള്ള ഉടനടിയുള്ള വെല്ലുവിളികളും ഇത് വരച്ചുകാട്ടുന്നുണ്ട്. ഖമേനിയുടെ അവസാന കാലങ്ങൾ അത് ഇറാനിൽ വലിയ ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെ കാലം കൂടിയായിരുന്നു. രാജ്യത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തലപൊക്കിയതാണ് ഇതിന് പ്രധാന കാരണം. 2025 ഡിസംബർ 28 ഓടെ ഇറാനിലെ 31 പ്രവിശ്യകളിലും വ്യാപകമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സർക്കാരിനോട് എപ്പോഴും കൂറു കാണിച്ചിരുന്ന പ്രദേശങ്ങളിൽ പോലും കാര്യങ്ങൾ കൈവിട്ടുപോവുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങൾക്ക് ഊർജ്ജം പകർന്നത് അതിവേഗം മോശമായിക്കൊണ്ടിരുന്ന സാമ്പത്തികാവസ്ഥ തന്നെയായിരുന്നു. 2025-ൽ 40%-ലേറെയായിരുന്നു രാജ്യത്തെ വിലക്കയറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ വിലയാണെങ്കിൽ ഇതേ സമയത്ത് 70%-ഓളം വർദ്ധിച്ചു. രാജ്യത്തെ കറൻസിയായ റിയാലിന്റെ നിലയും പരുങ്ങലിലായിരുന്നു. റെക്കോർഡ് താഴ്ചയിലേക്ക് അത് കൂപ്പുകുത്തി. 2025-ലെ ശരത്കാലമായപ്പോഴേക്കും ഒരു US ഡോളറിന് 10 ലക്ഷം റിയാലിലധികം എന്ന നിലയിലായി കറൻസിയുടെ മൂല്യം. 2026 ജനുവരിയോടെ ഇത് 11 ലക്ഷം റിയാലായി വീണ്ടും കൂപ്പുകുത്തി. ഇത് സാധാരണ ഇറാൻകാരുടെ വാങ്ങൽ ശേഷിയെ അക്ഷരാർത്ഥത്തിൽ തകർത്തു. പ്രക്ഷോഭങ്ങൾ ശക്തമായപ്പോൾ പരമോന്നത നേതാവ് ഖമേനി പരാതികൾ അംഗീകരിക്കാൻ തയ്യാറായി. പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും കലാപമുണ്ടാക്കുന്നവരെ ഒതുക്കണം എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു. സെൻട്രൽ ബാങ്ക് ഗവർണറെ മാറ്റിയതും അവശ്യസാധനങ്ങൾക്ക് പുതിയ സബ്സിഡികൾ പ്രഖ്യാപിച്ചതും ഇതിൽ പ്രധാനമാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണം ഇറാന്റെ പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള ഭരണഘടനാപരമായ പിന്തുടർച്ച പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും. അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പെർട്സിനാണ്. ഓരോ 8 വർഷം കൂടുമ്പോഴും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പുരോഹിത സമിതിയാണിത്. ഒരു പരമോന്നത നേതാവിനെ സ്ഥാനത്തുനിന്ന് മാറ്റാനും ഈ സമിതിക്ക് അധികാരമുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെയൊരു നടപടി ഉണ്ടായിട്ടില്ല. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ ഇറാൻ നിയമമനുസരിച്ച് ഒരു താത്കാലിക നേതൃസമിതി ഭരണച്ചുമതലകൾ ഏറ്റെടുക്കും. ഈ സമിതിയിൽ ഉൾപ്പെടുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ്, രാജ്യത്തെ നീതിന്യായ വിഭാഗം തലവൻ, പിന്നെ ഇറാന്റെ എക്സ്പീഡിയൻസി കൗൺസിൽ തിരഞ്ഞെടുക്കുന്ന ഗാർഡിയൻ കൗൺസിലിലെ ഒരു അംഗം എന്നിവരാണ്. അടുത്ത നേതാവാകാൻ സാധ്യതയുള്ളവരായി പല പ്രമുഖരെയും പരിഗണിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഖമേനിയുടെ മകൻ മോജ്തബ ഖമേനിയുടെ പേരും ഈ പട്ടികയിലുണ്ട്. എന്നാൽ ഷിയ പാരമ്പര്യമനുസരിച്ച് സാധാരണയായി കുടുംബവാഴ്ച പ്രോത്സാഹിപ്പിക്കാറില്ല. മറ്റ് സാധ്യത കൽപ്പിക്കുന്ന ചിലരിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ റുഹുള്ള ഖമേനിയുടെ പേരക്കുട്ടി ഹസൻ ഖമേനി, കൂടാതെ ഖമേനിയുടെ അടുത്ത സഹായികളായ സാദിഖ് ലാരിജാനി, മുഹമ്മദ് മിർബാഗരി, മൊഹ്സൻ ആരാക്കി എന്നിവരുടെ പേരുകളും പലപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻ മിതവാദി പ്രസിഡന്റ് ഹസൻ റുഹാനിയെയും ഒരു പ്രധാന സ്ഥാനാർത്ഥിയായി ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മത്സരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി 2024 മെയ് മാസത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്നതാണ്. അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് ഇറാന്റെ രാഷ്ട്രീയ ഭാവിയിലും ആശയപരമായ നിലപാടുകളിലും സമീപഭാവിയിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തും. 1989-ൽ റുഹുള്ള ഖമേനിയുടെ മരണശേഷം 3 പതിറ്റാണ്ടോളമാണ് ആയത്തുള്ള അലി ഖാനി ഇറാനിലെ സുപ്രീം ലീഡറായിരുന്നത്. ഇറാന്റെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഇന്നത്തെ നിലയിലെത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. രാജ്യത്തിനകത്തുണ്ടായ നിരവധി വെല്ലുവിളികളെയും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളെയും അതിജീവിച്ച് ഇറാനെ മുന്നോട്ട് നയിച്ചത് അദ്ദേഹമാണ്. അമേരിക്കയോടും ഇസ്രായേലിനോടും എപ്പോഴും ഒരു വെല്ലുവിളി നിറഞ്ഞ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അർദ്ധസൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ, രാഷ്ട്രീയ, സാമ്പത്തിക ശക്തിയായി മാറി. ഇത് മേഖലയിൽ ഇറാന്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഇത് സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് അദ്ദേഹം വാദിക്കുകയും അതിന്റെ വളർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. ആശയപരമായി വളരെ കർശന നിലപാടുകളുണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിലും രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ചില തന്ത്രപരമായ വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. 2015-ലെ ആണവ കരാറിന് വലിയ താൽപര്യമില്ലാതെയാണെങ്കിലും പിന്തുണ നൽകിയത് അതിനൊരു ഉദാഹരണമാണ്. സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുക എന്നതായിരുന്നു ആ നീക്കത്തിനു പിന്നിൽ. പുതിയ നേതൃത്വത്തെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികളാണ്.
രാജ്യത്തെ ഇപ്പോഴുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കൈകാര്യം ചെയ്യണം. ജനങ്ങൾക്കിടയിലുള്ള വ്യാപകമായ അതൃപ്തി പരിഹരിക്കണം. കൂടാതെ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷം വർദ്ധിച്ചുവരുന്ന ഭൂരാഷ്ട്രീയ സംഘർഷങ്ങളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുമുണ്ട്. ഇറാൻ ഇനി ഏത് ദിശയിലേക്ക് പോകുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. കാന്നിയുടെ അതേ കടുത്ത നയങ്ങളുമായി മുന്നോട്ടു പോകുമോ, അതോ കുറച്ചുകൂടി പ്രായോഗികമായ ഭരണത്തിലേക്ക് മാറുമോ, അതുമല്ലെങ്കിൽ ഒരു ആഭ്യന്തര അരക്ഷിതാവസ്ഥയിലേക്ക് പോകുമോ എന്നതൊക്കെ ഒരു വലിയ ആഗോള ആശങ്കയായി നിലനിൽക്കുന്നു.